ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് ജയ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഒഴിച്ചു കറിയാണ്. അതായത് ഈ ഒഴിച്ചു കറി ഇതിപ്പോ ഒരു പുതിയ കറി അല്ല. ഇത് ആക്ച്വലി ഇത് നമ്മുടെയൊക്കെ പഴയ തറവാടുകളൊക്കെ ഉണ്ടായിരുന്ന കാലം തൊട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു കറിയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അധികം ഇതാരും ഉപയോഗിക്കാറില്ല. എങ്കിലും നമ്മുടെ വീട്ടിൽ ഞങ്ങൾ ഇവിടെ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ മാത്രമല്ല, ഇതിന്റെ വേറൊരു പ്രത്യേകത, ഇത് പാലക്കാടൻ ഭാഗങ്ങളിലാണ് ഈ ഒരു ഐറ്റത്തിന് കൂടുതലും പ്രസക്തി ഉള്ളത്. മാത്രമല്ല, അവിടെയാണ് ഇത് കൂടുതലും ഈ പേരിൽ അറിയപ്പെടുന്നത്. മറ്റുള്ള കേരളത്തിലെ മറ്റുള്ള ജില്ലകളിൽ അത് എന്താണ്, അങ്ങനെ ഒരു കറി ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ പാലക്കാട് ഭാഗത്ത് മിക്കവാറും എല്ലാ വീടുകളിലും ഇത് ചെയ്യാറുണ്ട്. മാത്രമല്ല, ഇത് ഒരു നാടൻ പരമ്പരാഗതമായ ഒരു ഐറ്റവുമാണ്. ഇനി എന്താണെന്നല്ലേ, അതായത് നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ മുളകോർത്തപ്പുളി എന്ന അതിന്റെ പേര് വെച്ചിരിക്കുന്നത് മുളക് വറുത്തുണ്ടാക്കുന്ന ഒരു പുളി ഒഴിച്ചുള്ള ഒരു കറി ആയതുകൊണ്ട് മുളകോർത്തപ്പുളി എന്നതിനെ ചുരുക്കി പറയുന്നു. ആക്ച്വലി അത് മുളക് വറുത്ത പുളിയാണ്. അത് ലോപിച്ച് മുളകോർത്തപ്പുളി ആയിരിക്കുന്നതാണ്. മുളകോർത്തപ്പുളിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ മുളകോർത്തപ്പുളിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അതായത് ഇത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഒരു 10-12 ചെറിയ ഉള്ളി ഞാൻ ഈ രീതിക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് കുറച്ച് വറ്റൽമുളക്, ഒരു 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 2 പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഈ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ കലക്കി നമ്മളിതിൽ പിഴിഞ്ഞൊഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പുളി കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ ഇത് കറിവേപ്പില, ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില. മുളകോർത്തപ്പുളി ഉണ്ടാക്കാൻ തുടങ്ങാം. അതേപോലെ ഒരു ചീൻചട്ടി വെച്ച് അടുപ്പ് കത്തിച്ചു. ഇനി ഈ ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് എണ്ണ ചൂടായി. ഈ ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. ഇനി ഈ വറ്റൽമുളക് പൊട്ടിച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കടുകും ഉലുവയും അതേപോലെ ഈ കപ്പൽമുളകും ഈ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് വഴറ്റുമ്പോൾ വരുന്ന സ്മെല്ലുണ്ടല്ലോ, നല്ല രസമാണ്. നല്ല എന്താ പറയുക, നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നൊരു മണമാണിത്. നല്ല മണം. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ, അതുവരയ്ക്കും കുറച്ച് നേരം വഴറ്റി കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിന്റെ ഈ മുളകോർത്തപ്പുളിയുടെ പ്രത്യേകത തന്നെ ഈ ഉള്ളിയുടെ മണമാണ്. ഈ ഉള്ളിയാണ് ഇതിൽ ആകെ ചേർക്കുന്ന ഒരു എന്താ പറയുക, വെജിറ്റബിൾ എന്ന് പറയുന്ന ഒരു പച്ചക്കറിയുടെ ഒരു ഭാഗമായിട്ട് ചേർക്കുന്ന ഇത് മാത്രമാണ്. അപ്പം അതുകൊണ്ട് ഇതിന്റെ മണമാണ് ഇതിന് പ്രത്യേകത. ഇതിപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളിയും, അതായത് സവാളയും എടുത്തിട്ടും നമുക്കിതുപോലെ ചെയ്യാം. പക്ഷെ ചെറിയ ഉള്ളി ആയിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലപോലെ ഉള്ളിയെല്ലാം മൂത്ത് വഴണ്ട് നല്ല കളറൊക്കെ മാറി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഈ പുളി കലക്കി ഒഴിക്കാം. പുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. നല്ലപോലെ പിഴിഞ്ഞ് കുറച്ച് നല്ല ആ പുളി രസം എല്ലാം എടുത്തതിന് ശേഷം കുറച്ച് വെള്ളമായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ പുളിപ്പൊന്ന് ബാലൻസ് ചെയ്യുന്നവരെ അത്ര നോക്കിയിട്ട് പുളിപ്പ് നമ്മുടെ ടേസ്റ്റിനുള്ളത്. മെയിനായിട്ട് ഇത് മുളകോർത്ത പുളി എന്ന് പറയുമ്പോൾ പുളിയുടെ ടേസ്റ്റ് ആയിരിക്കും ഇതിൽ ഉയർന്നു നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനനുസരിച്ച് എത്ര വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമുക്ക്. മുളകോർത്ത പുളി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. എത്ര ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് മാത്രം ചേർക്കാം. കല്ലുപ്പ് ചേർത്താലും നല്ലതാണ്. അതല്ല പൊടിയുപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊടിയുപ്പ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് അനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് ശരിയായോ എന്ന്. കുറച്ചുകൂടെ ഉപ്പ് വേണം. ഇപ്പൊ ഉപ്പ് പാകത്തിന്
പാകത്തിനുള്ള ഉപ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം വാങ്ങി വെക്കാം. അതോടെ നമ്മുടെ മുളക് വറുത്ത പുളി റെഡി. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ചൊടിയോടെ നല്ല വൈറ്റ് റൈസിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഒഴിച്ചുകറിയാണിത്. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ, അതുവരെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതാ മുളക് വറുത്ത പുളി നല്ലപോലെ തിളച്ചു തുടങ്ങി. ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. കണ്ടോ, നന്നായിട്ട് തിളച്ചു. ഇപ്പം നല്ലപോലെ ഉള്ളിയൊക്കെ വെന്ത് അതേപോലെ മറ്റുള്ള എന്താ പറയുക പുളിരസവും ഉപ്പും ബാക്കിയുള്ള എന്തൊക്കെയാണ് കടുക് മുളക് ഇതിൻ്റെയൊക്കെ ചേരുവകളൊക്കെ ഒന്നിച്ച് യോജിച്ച് നല്ലൊരു ടേസ്റ്റി മുളക് വറുത്ത പുളിക്ക് വന്ന് കാണും. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് കായപ്പൊടിയും ചേർക്കാം. ഞാൻ കുറച്ച് കായപ്പൊടി ചേർക്കാൻ പോവാണ്. ഈ ഒരു ഫ്ലേവറും നന്നായിരിക്കും. പണ്ടൊന്നും കായപ്പൊടി ഉപയോഗിക്കാറില്ല, എൻ്റെ അമ്മമ്മയൊന്നും കായപ്പൊടി ഉപയോഗിച്ച് കണ്ടിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് ചെറുതായിട്ട് കായപ്പൊടി ചേർക്കാറുണ്ട് ഇതിൽ. എന്താ നമ്മുടെ മുളക് വറുത്ത പുളി കണ്ടോ, ഒന്നുമില്ല, നല്ല ഇത് ഈ ഉള്ളി ഇതിന്ന് ഇങ്ങനെ കടിച്ച് ചോറിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ. നല്ല ടേസ്റ്റാണ്. എത്ര ചോറ് വേണമെങ്കിലും ഉണ്ണാം ഈ ഒരു മുളക് വറുത്ത പുളി കൂട്ടി. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ മുളക് വറുത്ത പുളി റെഡി. ഞാനിനി ഇത് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഉണ്ടോ നമ്മുടെ മുളക് വറുത്ത പുളി റെഡി. അപ്പം ഞാനിത് ഇടുമ്പോൾ ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ചോറിനോട് കൂടെ ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ ഇത് ഇപ്പം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നമ്മുടെ മുളക് വറുത്ത പുളി നാവിൽ വെള്ളം ഊറുന്ന സംഭവമാണ്. ഹായ്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല മുളക് വറുത്ത പുളി. ആ പുളിയുടെ ടേസ്റ്റ് അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ. ഓക്കെ, പിന്നെ ആ വറുത്തിട്ടില്ലേ, ആ വറുത്തിട്ടതിൻ്റെ സ്മെല്ലും, അതാണ് മുളക് വറുത്ത പുളി. അപ്പൊ ഇന്നത്തെ മുളക് വറുത്ത പുളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ മുളക് വറുത്ത പുളിക്ക് എപ്പോഴും എവർ ബെസ്റ്റ് കോമ്പിനേഷൻ നാട്ടിലെ കൂർക്ക ഉപ്പേരിയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ കൂർക്ക കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ഉപ്പേരി വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ വേറൊരു കോമ്പിനേഷൻ ഇവിടെ ട്രൈ ചെയ്യാറുണ്ട്. മുളക് വറുത്ത പുളിക്കൊപ്പം നന്നായിട്ട് ഈ കൊണ്ടാട്ടം എന്ന് പറയും നമ്മൾ. ഇതൊക്കെ നമ്മുടെ പാലക്കാടിലെ സാധാരണ ഉപയോഗിച്ച് വരുന്ന സാധനങ്ങളാണ്. അതിനുള്ള എന്താ പറയുക വറ്റലാണ് ആക്ച്വലി അത്. ഈ അരി കൊണ്ടുള്ള കൊണ്ടാട്ടങ്ങൾ ഒരുപാടുണ്ടാവും. അറിയും എല്ലാവർക്കും കൊണ്ടാട്ടം പറഞ്ഞാൽ, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ആ കൊണ്ടാട്ടും അരിക്കൊണ്ടാട്ടും ഈ മുളക് വറുത്ത പുളിയും വൈറ്റ് റൈസും നല്ല കോമ്പിനേഷനാണ്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊക്കെ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനിയും ഒരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.